ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന വിവരമാണ് അമേരിക്കയെ ഞെട്ടിച്ച, ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമായി പെൻസിൽവാനിയയിലെ ഈ സംഭവം മാറുകയാണ്. സജിമോൻ ആന്റണി ഉണ്ട് അവിടെ നിന്ന്, അമേരിക്കയിൽ നിന്ന്. സജിമോൻ ആന്റണി, അമേരിക്ക ആകെ ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരിക്കും. കാരണം മുൻ പ്രസിഡന്റാണ്, ഇപ്പോഴത്തെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. അങ്ങേരെ ആൾക്ക് നേരെ ഒരു അക്രമം വെടിയുതിർക്കുക, അത് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ആ സംഭവത്തിന്റെ ഒരു ഗൗരവം എത്രത്തോളമാണ്? തീർച്ചയായും ഇത് വളരെയധികം ഗൗരവമായ ഒരു കാര്യമാണ്. ലോകമാകമാനം ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്, അമേരിക്ക പ്രത്യേകിച്ചും. ഇന്ന് വൈകുന്നേരം 6:15 PM ഈസ്റ്റേൺ ആണ് ഇതുണ്ടായത്. പെൻസിൽവേനിയയിലെ ബട്ട്ലർ എന്നൊരു സ്ഥലത്ത്, അതൊരു റെസ്റ്റ് ബെൽറ്റ് ഏരിയയാണ്, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അവിടെയുള്ള ഒരു വലിയൊരു മെഗാ റാലി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രസിഡന്റ് ട്രംപ്. ഏകദേശം 50,000-ലധികം ആൾക്കാർ തടിച്ചുകൂടിയിരുന്നു അവിടെ. നമുക്ക് അറിയാൻ കിട്ടിയിരിക്കുന്നത് അതിനകത്ത് ഹൈ റൈസിൽ നിന്ന് അവിടെ നിന്നാണ് ഒരു അസാസിനേറ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായത്. ഏകദേശം നിരവധി വെടിയുണ്ടകൾ വന്നു. അതിൽ ഒരു വെടിയുണ്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലത് ചെവിയുടെ മുകളിൽ കൊണ്ടതായിട്ടുള്ള റിപ്പോർട്ടാണ് ഉള്ളത്. വീഡിയോയിലൂടെയും ഫോട്ടോയിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ എവിഡൻസ് നമുക്ക് കാണാം. ചെറിയ തോതിലെ ബ്ലഡിന്റെ സ്റ്റെയിനുകൾ നമുക്ക് ട്രംപിന്റെ ചെവിയിലും അതോടൊപ്പം മുഖത്തും അതോടൊപ്പം കയ്യിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മറ്റ് പരിക്കുകളൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ നല്ലൊരു ഗുഡ് സ്പിരിറ്റിലാണ്. ഹോസ്പിറ്റലിലും കാര്യങ്ങളും പോയി. പ്രസിഡന്റ് ബൈഡൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ച അവരെ സീക്രട്ട് സർവീസ് ഏജന്റ് തിരിച്ചു വെടിവെച്ച് കൊല്ലുകയും അതോടൊപ്പം അവര് ആ ഒരു ഇതിനകത്ത് ട്രംപിന്റെ അടുത്തുള്ള ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരാൾ മരിക്കുകയും ഉണ്ടായി. അപ്പൊ മരണത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ അസാസിനേറ്റ് ചെയ്ത കൊലപാതകി കൊല്ലപ്പെട്ടു, അതോടൊപ്പം വേറൊരാൾ കൊല്ലപ്പെട്ടു. ജനക്കൂട്ടത്തിനിടയിൽ 2 പേർക്ക് കൂടെ പരിക്കേറ്റു എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ചുള്ള വളരെ ശ്രമകരമായ ഒരു ഇതാണ്. ഏകദേശം 50,000 ആൾക്കാരെ ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ള വലിയൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അമേരിക്കയിൽ ആകമാന എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 1963 ജോൺ എഫ് കെന്നഡി അസാസിനേറ്റ് ചെയ്തതാണ്. ഇതുപോലെ തന്നെ സെക്കൻഡ് ടൈമിലേക്ക് ഒരു ഇലക്ഷൻ റാലിയിലായിരുന്നു. ടെക്സസിലാണ് നടന്നത്. നവംബർ 22 1963 ജോൺ എഫ് കെന്നഡി ആ ഒരു കൊലപാതകമാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്. ഏതായാലും ഇത് അമേരിക്കയിലെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ലോകമാകമാനമുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയെ ഞെട്ടിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്ഥിതിഗതികൾ നിലവിൽ ഇപ്പം അവിടെ എന്താ പറഞ്ഞു നിയന്ത്രണമാണ്. എന്നാൽ ഈ 50,000 ആൾക്കാരെ ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്ന വളരെ ശ്രമകരമായ ഒരു ശ്രമം നടന്നു. ആക്ച്വലി ഞാൻ വേറൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഫിലഡൽഫിയയിൽ ഉണ്ടായിരുന്നു. ഫിലഡൽഫിയ പെൻസിൽവേനിയയുടെ ഒരു ക്യാപിറ്റലാണ്, ഇക്കണോമിക് ക്യാപിറ്റലാണ്. അപ്പൊ അവിടെ നിന്ന് ഏകദേശം 2-3 മണിക്കൂർ ദൂരമേ ഉള്ളായിരുന്നു ഈ ബട്ട്ലർ എന്നുള്ള ഒരു ഏരിയ എന്നത്. അപ്പം അമേരിക്കൻ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം പെൻസിൽവേനിയ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും പെൻസിൽവേനിയയിൽ തമ്പടിച്ച് വളരെ ശക്തമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു സംഭവം നടത്തുന്നത്. വലിയ ആവേശകരമായ പ്രചാരണ കാലത്തിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടാണല്ലോ. അവിടെ ഡൊണാൾഡ് ട്രംപിന് വലിയൊരു എഡ്ജ് ഈ പ്രചരണ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ഫീല് പുറത്തുണ്ട്. കാരണം പ്രസിഡന്റ് പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ഈ ചർച്ചകളിൽ, ഈ സംവാദങ്ങളിൽ ഡൊണാൾഡ് ട്രംപിന്റെ വലിയ മേധാവിത്വം അവിടെ സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു വിജയത്തിലേക്ക് പതുക്കെ നടന്നു കയറുന്ന ട്രംപിന് നേരെയാണ് ആക്രമണം എന്നുള്ളതല്ലേ പ്രധാനം? ശരിയാണ്. ഈ ഒരു കുറെ മാസങ്ങൾക്ക് മുമ്പ് ബൈഡൻ എഡ്ജിന്, അതായത് 3-4% മുമ്പിലായിരുന്നു എങ്കിൽ അതൊരു കൺവിക്റ്റഡ് ഫെലൺ എന്നുള്ള കാറ്റഗറിയിൽ ആ ഒരു ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ട്രംപ് ക്യാമ്പയിൻ അതിനെ വളരെയധികം മുതലെടുത്തിരുന്നു. അതിനുശേഷം ബൈഡൻ 2-3% പുറകോട്ട് പോകുകയും അതിനുശേഷം 2 ആഴ്ച മുമ്പ് നടന്ന ആ ഒരു പ്രസിഡൻഷ്യൽ ഡിബാറ്റിലായിരുന്നു പ്രസിഡന്റ് ബൈഡൻ എല്ലാവരുടെയും എക്സ്പെക്ടേഷന് അതീതമായിട്ട് വളരെയധികം മോശമായ ഒരു പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. അതിനുശേഷം അമേരിക്കയിൽ ഉടനീളം വലിയൊരു ചർച്ച ഉടലെടുത്തു. ഈ പ്രസിഡന്റ് ബൈഡനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ടിക്കറ്റിൽ നിന്ന് മാറ്റുന്നതോ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ഓൾട്ടർനേറ്റീവ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പോസിബിലിറ്റി എന്നുള്ള കാര്യത്തിൽ വളരെയധികം ചൂടായ ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അകത്തും ലീഡർഷിപ്പിലും എല്ലായിടത്തും ഉണ്ട്. അമേരിക്കൻ ജനതയെ ആകമാനം ഉറ്റുനോക്കുന്ന സമയമാണ്. അതിനിടയിലാണ് ഇത് നടന്നത് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ നമുക്കറിയണം. ഈ 2%-3% ബൈഡന് നേരത്തെ ഒരു എഡ്ജ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇപ്പം ട്രംപ് നേടിയിരിക്കുകയാണ്. 2%-3% അതിന് മേളിൽ ട്രംപ് നേടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡെമോക്രാറ്റിക് പാർട്ടി വളരെ സീരിയസ്ലി ഒരു ലീഡർഷിപ്പ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാകാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു തീരുമാനമായിട്ടില്ല. മേ ബി കമല ഹാരിസിനായിരിക്കും നറുക്ക് വീഴുന്നത്, നമുക്കറിയില്ല. എന്നാൽ അതിനെല്ലാം
കാറ്റിൽ പറത്തിക്കൊണ്ട് അതൊന്നും ഇപ്പൊ അപ്രസക്തമാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ആര് വരും എന്നുള്ളത് ഇപ്പൊ ഈ ഒരു മൂവ്മെന്റിൽ അമേരിക്കയിൽ അപ്രസക്തമാണ്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്, അമേരിക്കയുടെ ഫോർമർ പ്രസിഡന്റ്, ഇപ്പോഴത്തെ വരാൻ പോകുന്ന അല്ലെങ്കിൽ എല്ലാ പോസിബിലിറ്റിയും ഉള്ള പ്രസിഡന്റിനാണ് അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നിരിക്കുന്നത്. ഈ അമേരിക്കൻ ജനത ഈ ആക്രമണത്തെ എങ്ങനെയാണ് സജീവൻ ആന്റണി കാണുന്നത്? കാരണം ഇത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെ സുരക്ഷിതത്വമുണ്ട് എന്ന് കരുതുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഈ തോക്ക് കൈവശം വെക്കുന്നതും വെടിവെപ്പും ഒക്കെ അവിടെ സർവ്വസാധാരണവുമാണ്. ഏറെ സുരക്ഷിതമായി നടത്തേണ്ട ഒരു പരിപാടിക്കിടയിലാണ് ഒരു അക്രമി ഇത്തരത്തിൽ വളരെ നിസ്സാരമായി ഇക്കാര്യത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ്. ഇയാൾ വെടിയേറ്റ് മരിച്ചുവെങ്കിൽ പോലും അത് ഏത് തരത്തിലാണ് നമ്മുടെ ഈ സുരക്ഷാ കാര്യങ്ങളെ ബാധിക്കുക? അമേരിക്കൻ ജനത നോക്കുകയാണുകയും ചെയ്യുക. തീർച്ചയായും ഇതൊരു സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനകത്തുനിന്ന് നമ്മൾ ആർക്കും പുറകോട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ വൈറ്റ് ഹൗസും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടിക്കും രണ്ട് പക്ഷത്തു നിന്നും ഇതിനെ അപലപിച്ചിട്ടുണ്ട്. അമേരിക്കൻ പൊളിറ്റിക്സിൽ അല്ലെ അമേരിക്കൻ ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ അക്രമത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്നും അത് ആര് ചെയ്താലും അവരെ ഒന്നടങ്കം അപലപിക്കണമെന്നുള്ളൊരു ഒരു വേർഡാണ് ഇപ്പം എല്ലാ ദിശയിൽ നിന്നും വരുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഇതും പറയേണ്ടിയിരിക്കുന്നു, അമേരിക്കൻ പോലീസിന്റെ അല്ലെങ്കിൽ സുരക്ഷാ സേനയുടെ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻസിയുടെ ഫെയിലിയർ ആയിട്ട് നമുക്കിത് കാണേണ്ടതുണ്ട്. കാരണം ഇത്രയധികം ഈ പഴയ കാലങ്ങളിലെ പോലെ ഒരു പൊളിറ്റിക്കൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു റെസ്പെക്ടിന് ലോകമാകമാൻ ഒരു കുറവുണ്ട്. അപ്പൊ അമേരിക്കയിൽ അത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ കാലാവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പെക്ടിന് കുറവുണ്ട്. പൊളിറ്റിക്കൽ തീവ്രവാദികൾക്ക് എവിടെയൊക്കെയോ വലതുപക്ഷത്തും ഇടതുപക്ഷത്തും ചെറിയൊരു മൈലേജ് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് വളരെയധികം വേദനാജനകമാണ്, നിരാശാജനകമാണ്. ഏതായാലും ഡെമോക്രസിയിൽ അമേരിക്ക ഇതിനു മുമ്പും ക്രൈസിസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ ക്രൈസിസും അമേരിക്ക കടന്നു കയറും എന്നുള്ള പ്രതീക്ഷയിലാണ് അമേരിക്കൻ ജനത. ഏതായാലും ട്രംപിന് വെടിയേറ്റു, വധശ്രമമായിരുന്നു. പക്ഷേ അക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തി. ട്രംപ് സുരക്ഷിതനാണ് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ രാജ്യം കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എത്തുന്നത് എന്നതും ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്.